ജോർദാൻ നദിയുടെ പോഷകനദികളിലെ ജലം വഴിതിരിച്ചുവിടാനും ഇസ്രായേലിന് വെള്ളം നഷ്ടപ്പെടുത്താനും ഉദ്ദേശിച്ചുള്ള ഒരു മഹത്തായ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് നടത്താൻ സിറിയ പദ്ധതിയിട്ടു. സിറിയ വിജയിക്കാൻ അനുവദിക്കരുത്. അതിന് ദമാസ്കസിൽ വിശ്വസ്തനും ആത്മവിശ്വാസവും ധൈര്യവുമുള്ള ഒരു ഏജന്റിനെ ആവശ്യമായിരുന്നു. മുമ്പ് എലിയെ നിരസിക്കാൻ അവനെ പ്രേരിപ്പിച്ച അതേ സ്വഭാവസവിശേഷതകൾ ഇപ്പോൾ അനുയോജ്യനാക്കി. എല്ലാ പ്രഭാതത്തിലും ഏതെങ്കിലും കാരണത്താൽ എലി വീട് വിട്ട് അമാൻ പരിശീലന കേന്ദ്രത്തിലേക്ക് പോകും. ഏതാനും ആഴ്ചകളായി അദ്ദേഹത്തിന് ഒരു പരിശീലകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്സാക്ക് എന്നയാൾ. ഒന്നാമതായി കാര്യങ്ങൾ എങ്ങനെ മനഃപാഠമാക്കാമെന്ന് അദ്ദേഹം പഠിച്ചു. ഇത്സാക്ക് ഒരു ഡസൻ വസ്തുക്കൾ മേശപ്പുറത്ത് എറിയും: ഒരു പെൻസിൽ, ഒരു കൂട്ടം താക്കോലുകൾ, ഒരു സിഗരറ്റ്, ഒരു എറേസർ, കുറച്ച് പിന്നുകൾ. എലി 1-2 നിമിഷം അവരെ നോക്കി. പിന്നെ അയാൾക്ക് കണ്ണുകളടച്ച് അവ എങ്ങനെയുണ്ടെന്ന് വിവരിക്കേണ്ടി വന്നു. നമുക്ക് നടക്കാന് പോകാം, ഇത്സാക്ക് പറയും. അവിടെ പത്രം വിൽക്കുന്നത് കണ്ടോ? ഇത്സാക്ക് മന്ത്രിക്കും. ഇപ്പോൾ അവിടെ പോയി പേപ്പറുകൾ നോക്കുന്നതായി നടിക്കുക, അതേസമയം ആരാണ് നിങ്ങളെ പിന്തുടരുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. സാൽമാൻ അദ്ദേഹത്തെ മറ്റൊരു പരിശീലകനായ യഹൂദയ്ക്ക് പരിചയപ്പെടുത്തി. അദ്ദേഹം ഒരു ചെറിയ അത്യാധുനിക റേഡിയോ ട്രാൻസ്മിറ്റർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിപ്പിച്ചു. തുടർന്ന് ശാരീരിക പരിശോധനകൾക്കും മാനസിക പരിശോധനകൾക്കും വിധേയനാകാൻ അദ്ദേഹം എലിയെ അയച്ചു. എലിയുടെ കേസ് ഓഫീസർമാർ അവരുടെ പുതിയ ഏജന്റിനായി വിശദമായ ഒരു കവർ സ്റ്റോറി തയ്യാറാക്കിയിരുന്നു. നീ സിറിയൻ മാതാപിതാക്കളുടെ മകനാണ്. നിങ്ങളുടെ അമ്മയുടെ പേര് സൈദ ഇബ്രാഹിം എന്നാണ്. നിനക്കൊരു സഹോദരിയുണ്ടായിരുന്നു. ലെബനനിലെ ബെയ്റൂട്ടിലാണ് നിങ്ങൾ ജനിച്ചത്. നിനക്ക് 3 വയസ്സുള്ളപ്പോൾ നിന്റെ കുടുംബം ലെബനൻ വിട്ട് ഈജിപ്തിലേക്കും അലക്സാൻഡ്രിയയിലേക്കും പോയി. മറക്കരുത്, നിങ്ങളുടെ കുടുംബം സിറിയക്കാരാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ നിന്റെ സഹോദരി മരിച്ചു. നിന്റെ അച്ഛനും അമ്മാവനും മൂന്നാമതൊരാളുമായി ഒരു പങ്കാളിത്തം സ്ഥാപിക്കുകയും ഒരു തുണിക്കട തുറക്കുകയും ചെയ്തു, പക്ഷേ അത് പാപ്പരായി. നിന്റെ അച്ഛൻ 1956 മരിച്ചു. 6 മാസം കഴിഞ്ഞ് നിന്റെ അമ്മയും മരിച്ചു. നീ നിന്റെ അമ്മാവന്റെ കൂടെ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തു. 2 ദിവസത്തിനു ശേഷം സാൽമാനും സഹപ്രവർത്തകരും തന്റെ പുതിയ ഐഡന്റിറ്റി എലിയോട് വെളിപ്പെടുത്തി. നിന്റെ പേര് കമൽ എന്നാണ്. നിന്റെ പിതാവിന്റെ പേര് അമിൻ ടാബെദ് എന്നാണ്. അതിനാൽ നിങ്ങളുടെ മുഴുവൻ പേര് കമൽ അമിൻ ടാബെദ് എന്നായിരിക്കും. പിന്നീട് യഥാർത്ഥ പേരിലുള്ള ഇസ്രായേലി പാസ്പോർട്ടും സൂറിച്ചിലേക്കുള്ള വിമാന ടിക്കറ്റും അദ്ദേഹത്തിന് കൈമാറി. നിങ്ങൾ ഒരു അറബിയായി നടിക്കും, പ്രാദേശിക ബന്ധങ്ങൾ സൃഷ്ടിക്കും, ഇസ്രായേലി ചാരശൃംഖല സ്ഥാപിക്കലി ഒരു മടിയും കൂടാതെ സമ്മതിച്ചു. അയാൾക്ക് ആത്മവിശ്വാസം തോന്നി. ആ ദൗത്യം നിർവഹിക്കാൻ തനിക്കു കഴിയുമെന്ന്. സൂറിച്ചിലെത്തിയപ്പോൾ ഒരു മനുഷ്യൻ എലിയെ കണ്ടുമുട്ടി. അദ്ദേഹം ഒരു യൂറോപ്യൻ രാജ്യത്ത് നിന്ന് മറ്റൊരു പേരിൽ പാസ്പോർട്ട് നൽകി. ചിലിയിലേക്കുള്ള എൻട്രി വിസയും അർജന്റീനയിലേക്കുള്ള ട്രാൻസിറ്റ് വിസയും ആ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അർജന്റീനയുടെ തലസ്ഥാനത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് അറബ് കുടിയേറ്റക്കാരെപ്പോലെ വസ്ത്രം ധരിക്കുകയും പെരുമാറുകയും ചെയ്തു. സിറിയൻ ഉച്ചാരണത്തോടെ അറബി സംസാരിക്കാൻ മറ്റൊരു അധ്യാപകൻ അദ്ദേഹത്തെ പരിശീലിപ്പിച്ച കമാൽ അമീൻ ടാബെറ്റ് എന്ന പേരിൽ ഒരു സിറിയൻ പാസ്പോർട്ട് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. ആ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട്, അറബ് റെസ്റ്റോറന്റുകൾ, അറബ് സിനിമകൾ പ്രദർശിപ്പിക്കുന്ന സിനിമാശാലകൾ, അറബ് സാംസ്കാരിക രാഷ്ട്രീയ ക്ലബ്ബുകൾ എന്നിവ സന്ദർശിക്കാൻ ആരംഭിക്കുക. കഴിയുന്നത്ര സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും അറബ് കമ്മ്യൂണിറ്റി നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കാനും ശ്രമിക്കുക. നിങ്ങൾ ഒരു ധനികനാണ്, ഒരു വ്യാപാരിയാണ്, ബുദ്ധിമാനായ ബിസിനസ്സുകാരനാണ്. നിങ്ങൾ ഇറക്കുമതി കയറ്റുമതി ബിസിനസ്സിലാണ്, പക്ഷേ നിങ്ങൾ ഗതാഗതത്തിലും നിക്ഷേപങ്ങളിലും ഏർപ്പെടുന്നു. അറബ് സമൂഹത്തിന്റെ ചാരിറ്റി ഫണ്ടുകളിലേക്ക് ഉദാരമായ സംഭാവനകൾ നൽകുക. എലി കോഹൻ ബ്യൂണസ് അയേഴ്സിലെ അറബ് സിറിയൻ സമൂഹത്തിന്റെ കാമ്പിലേക്ക് വിജയകരമായി നുഴഞ്ഞുകയറി. മാന്യനായ മനുഷ്യനെ കണ്ടുമുട്ടി. അർജന്റീനയിൽ പ്രസിദ്ധീകരിക്കുന്ന അറബ് വേൾഡ് മാസികയുടെ എഡിറ്റർ ഇൻ ചീഫ് അബ്ദുൽ ലത്തീഫ് ഹസൻ എന്നാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയത്. പാർട്ടികളും സ്വീകരണങ്ങളും. എംബസിയിൽ നടന്ന ഔദ്യോഗിക സ്വീകരണത്തിൽ ഹസൻ തന്റെ സുഹൃത്ത് ടാബെറ്റിനെ ഒരു സിറിയൻ ജനറലിന്റെ യൂണിഫോം ധരിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് നയിച്ചു. യഥാർത്ഥവും അർപ്പണബോധമുള്ളതുമായ ഒരു സിറിയൻ ദേശസ്നേഹിയെ പരിചയപ്പെടുത്താൻ എന്നെ അനുവദിക്കുക, ഹസൻ ജനറലിനോട് പറഞ്ഞു. എന്നിട്ട് എലിയുടെ നേർക്ക് തിരിഞ്ഞ് അദ്ദേഹം തുടർന്നു. എംബസിയിലെ മിലിറ്ററി അറ്റാഷെ ജനറൽ അമീൻ അൽ ഹഫീസിനെ കാണുക. 1961 ഡിസംബറിൽ എലി വീണ്ടും സൂറിച്ചിലേക്ക് പറന്നു. പക്ഷേ അവന്റെ അവസാന ലക്ഷ്യസ്ഥാനം സിംഹത്തിന്റെ ഗുഹയായ ദമാസ്കസായിരുന്നു. സിറിയൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപമുള്ള അബു റാമൻ പരിസരത്ത് അദ്ദേഹം ഒരു ആഡംബര വില്ല വാടകയ്ക്കെടുത്തു. വില്ലയുടെ ബാൽക്കണിയിൽ നിന്ന് സിറിയൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഗസ്റ്റ് ഹൌസിലേക്കുള്ള പ്രവേശന കവാടം എലിക്ക് കാണാമായിരുന്നു. വിദേശ എംബസികൾ, സമ്പന്നരായ ബിസിനസ്സുകാരുടെ വീടുകൾ, രാഷ്ട്ര നേതാക്കളുടെ ഔദ്യോഗിക വസതികൾ എന്നിവയ്ക്കിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. എലി ഉടനെ
തന്റെ രഹസ്യ ഉപകരണങ്ങൾ വീടിലുടനീളം വിവിധ ഒളിത്താവളങ്ങളിൽ ഒളിപ്പിച്ചു. രാജ്യദ്രോഹികളുടെയോ അപകടസാധ്യത ഒഴിവാക്കാൻ ഒറ്റയ്ക്ക് താമസിക്കുകയും ചെയ്തു. കോഹൻ തന്റെ ബന്ധങ്ങൾ വേഗത്തിലും ഫലപ്രദമായും സ്ഥാപിച്ചു. പുതിയ സുഹൃത്തുക്കൾ എലിയെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർക്കും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്കും ഭരണകക്ഷി നേതാക്കൾക്കും പരിചയപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ഏകാന്തനായ ചാരനായി താൻ മാറിയെന്ന് എലി കോഹൻ തിരിച്ചറിഞ്ഞു. എല്ലാ ദിവസവും രാവിലെ 8 മണിക്കും ചിലപ്പോൾ വൈകുന്നേരവും തന്റെ സന്ദേശങ്ങൾ ഇസ്രായേലിന് കൈമാറാൻ തുടങ്ങി. ഏലിയുടെ പ്രക്ഷേപണങ്ങളും സൈനിക ആശയവിനിമയ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന എണ്ണമറ്റ സന്ദേശങ്ങളും തമ്മിലുള്ള വ്യത്യാസം ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സിറിയയിലെത്തി 6 മാസം കഴിഞ്ഞപ്പോൾ കമാൽ അമീന് തബെത്ത് ദമാസ്കസ് ഹൈ സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന വ്യക്തിയായി മാറി. എലി അയച്ച ആദ്യത്തെ രേഖകളിൽ ചിലത് സൈന്യത്തിൽ വർദ്ധിച്ചുവരുന്ന അസ്വസ്ഥതയെക്കുറിച്ചും ബാത്ത് പുനരുത്ഥാനം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വർദ്ധിച്ചുവരുന്ന ശക്തിയെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകളായിരുന്നു. 1963 മാർച്ച് 8-ന് ഡമാസ്കസിനെ പിടിച്ചുകുലുക്കി ഒരു പുതിയ അട്ടിമറി നടന്നു. സൈന്യം സർക്കാരിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ബാത്ത് പാർട്ടി സിറിയയിൽ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. ബ്യൂണസ് അയേഴ്സിൽ നിന്നുള്ള എലിയുടെ സുഹൃത്തായ ജനറൽ ഹാഫിസിനെ സലാഹ് അൽബിത്തറിന്റെ മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചു. ജൂലൈയിൽ ഒരു പുതിയ അട്ടിമറി നടന്നു. പ്രസിഡന്റ് ഹാഫിസ് തന്നെ പിന്നീട് എത്തുകയും ആതിഥേയനായ സുഹൃത്ത് കമാൽ അമിൻ ടാബെറ്റിന്റെ കൈ ഊഷ്മളമായി കുലുക്കുകയും ചെയ്യുന്നു. പ്രസിഡന്റിനോടും ഭാര്യയോടുമുള്ള സിറിയൻ കുടിയേറ്റക്കാരുടെ ആരാധനയുടെ അടയാളമായി ടാബെറ്റ് സമ്മാനിച്ച മിങ്ക് കോട്ട് ധരിച്ച മിസ്സിസ് ഹാഫിസും. സ്വീകരണമുറിയിൽ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരും ചർച്ച ചെയ്ത സൈനിക സാഹചര്യം. ജോർദാൻ നദിയുടെ പോഷകനദികൾ വഴിതിരിച്ചുവിടുന്ന ബൃഹത്തായ പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന സംരംഭകരും എഞ്ചിനീയർമാരും അവരോടൊപ്പം ചേരുന്നു. അവൻ വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തി. അദ്ദേഹത്തിന് തുറക്കാൻ കഴിയാത്ത ഒരു വാതിലും ഇല്ലെന്ന് തോന്നുന്നു. സൈനിക ആസ്ഥാനത്ത് അദ്ദേഹത്തിന് നല്ല സുഹൃത്തുക്കളുണ്ട്. ബാത്ത് പാർട്ടിയുടെ നൈരൂപീകരണ യോഗങ്ങളിൽ അദ്ദേഹം പതിവായി പങ്കെടുക്കുന്നു. ഏലി കോഹന് അജ്ഞാതമായി അവശേഷിച്ച ഒരു സൈനിക രഹസ്യവും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു സുഹൃത്ത് ആർമി ലഫ്റ്റനന്റ് സഹർ അൽദിൻ അദ്ദേഹത്തെ അപ്രതീക്ഷിതമായി സന്ദർശിച്ചു. ട്രാൻസ്മിറ്റർ മറയ്ക്കുന്നതിൽ എലി വിജയിച്ചു. പക്ഷേ രഹസ്യ കോഡുള്ള പേപ്പറുകളുടെ ഒരു കഷണം അക്ഷരങ്ങൾ നിറഞ്ഞ ഗ്രിഡുകളുടെ രൂപത്തിൽ മേശപ്പുറത്ത് അവശേഷിച്ചു. അറബ് ദേശീയതയുടെ ഏറ്റവും നിന്ദ്യമായ ശത്രു എന്ന് അദ്ദേഹം നിർവചിച്ച ഇസ്രായേലിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ടാബെറ്റ് അങ്ങേയറ്റം ദേശസ്നേഹം പ്രകടിപ്പിച്ചു. ഇസ്രായേൽ വിരുദ്ധ പ്രചാരണം വർദ്ധിപ്പിക്കാനും ഈജിപ്തിനു പുറമെ ഇസ്രായേലിനെതിരെ രണ്ടാം മുന്നണി തുറക്കാനും അദ്ദേഹം സിറിയയിലെ നേതാക്കളോട് അഭ്യർത്ഥിച്ചു. ഇസ്രയേൽ അതിർത്തിയിലെ ടെൽഡാനിനടുത്തുള്ള സിറിയൻ പോസ്റ്റുകൾ സൈനികരഹിത മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു. ഇസ്രായേൽ ട്രാക്ടറുകൾക്ക് നേരെ വെടിയുതിർത്തു. ഇസ്രായേലിന്റെ പ്രതികരണം ഭീകരമായിരുന്നു. ടാങ്കുകളും പീരങ്കികളും കനത്ത വെടിവയ്പ് നടത്തി. മിനിറ്റുകൾക്ക് ശേഷം മിറാഷ് വോട്ടൂർ വിമാനങ്ങൾ യുദ്ധത്തിൽ ചേർന്നു. വിമാനം സിറിയൻ സ്ഥാനങ്ങളിൽ ഇടിച്ചു. തുടർന്ന് ജോർദാൻ ജലത്തിന്റെ വ്യതിയാനം നടന്ന സ്ഥലത്തേക്ക് മുങ്ങുകയും സിറിയക്കാർ കുഴിച്ച കനാലുകൾ തകർക്കുകയും ചെയ്തു. ഭാരമേറിയ മെക്കാനിക്കൽ ഉപകരണങ്ങൾ, ബുൾഡോസറുകൾ, ട്രാക്ടറുകൾ, മൺവെട്ടികൾ എന്നിവ ആസൂത്രിതമായി നശിപ്പിക്കപ്പെട്ടു. പുതുതായി വാങ്ങിയ സോവിയറ്റ് മിഗ് യുദ്ധവിമാനങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടില്ലാത്തതിനാൽ സിറിയൻ വ്യോമസേന ഇടപെട്ടില്ല. വായുവിൽ നിന്നുള്ള ബോംബാക്രമണത്തെ പ്രതിരോധിക്കാനുള്ള കനാലുകളുടെ ശേഷിയും പൂർണ്ണവ്യാപ്തിയും കരാറുകാരൻ തന്റെ സുഹൃത്ത് ടാബെറ്റിനോട് വെളിപ്പെടുത്തി. സുരക്ഷാ നടപടികൾ. കോഹന്റെ ഉറ്റ ചങ്ങാതിയുടെ പേര് ഒസാമയുടെ പിതാവായ ബിൻ ലാദൻ എന്നായിരുന്നു. ഇസ്രായേൽ ചാരനുമായി അദ്ദേഹം പങ്കിട്ട വിശദമായ വിവരങ്ങൾക്ക് നന്ദി. 1965-ൽ അറബ് രാജ്യങ്ങൾ ഇത് പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നതുവരെ ഇസ്രായേൽ നിരവധി തവണ പദ്ധതി ആക്രമിച്ചു. സിറിയൻ സർക്കാർ എടുക്കുന്ന മിക്കവാറും എല്ലാ തീരുമാനങ്ങളും വൈകുന്നേരമോ രാത്രിയിലോ പോലും അടുത്ത ദിവസം ഇസ്രായേലിന്റെ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന റേഡിയോയായ കോൾ ഇസ്രായേലിന്റെ അറബി ഭാഷാ പ്രോഗ്രാമുകളിൽ പ്രക്ഷേപണം ചെയ്യുന്നുവെന്ന് തയ്യാർ ശ്രദ്ധിച്ചു. കൂടാതെ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ എടുത്ത ചില രഹസ്യ തീരുമാനങ്ങൾ ഇസ്രായേൽ പരസ്യമാക്കിയിരുന്നു. പുതിയ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനുമായി എല്ലാ സൈനിക ആശയവിനിമയങ്ങളും 24 മണിക്കൂർ താൽക്കാലികമായി നിർത്തിവച്ചു. പുതിയ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനുമായി എല്ലാ സൈനിക ആശയവിനിമയങ്ങളും 24 മണിക്കൂർ താൽക്കാലികമായി നിർത്തിവച്ചു. അടുത്ത മന്ത്രിസഭയിൽ മന്ത്രിയെ നിയമിക്കാൻ ബാത്ത് നേതാക്കൾ ആഗ്രഹിച്ച ടാബെറ്റ് ഒരു ചാരനാകുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ടാബെറ്റ് സംശയത്തിന് അതീതനായിരുന്നു. എന്നാൽ വൈകുന്നേരം ട്രാൻസ്മിഷൻ വീണ്ടും അവിടെയെത്തി. മുഖാബരത്ത് വീണ്ടും അതിന്റെ കാറുകൾ അയച്ചു. വീണ്ടും അതേ ഫലം ലഭിച്ചു. കൃത്യം 8 മണിക്ക് വെയിലുകൊള്ളുന്ന ഒരു ജനുവരി ദിവസം അബുറാമൻ പരിസരത്തെ മനോഹരമായ വീട്ടിലേക്ക് 4 മുഖാബരത്ത് ഓഫീസർമാർ അതിക്രമിച്ചു കയറി. അവർ പ്രവേശന കവാടം തകർത്തു. അതിന്റെ കമ്പികളിൽ നിന്ന് കീറി. തുടർന്ന് കൈകളിൽ തോക്കുകളുമായി കിടപ്പുമുറിയിലേക്ക് കുതിച്ചു.
ചാരൻ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അവൻ ഉറങ്ങുകയായിരുന്നില്ല. ഒരു ട്രാൻസ്മിഷന്റെ നടുവിൽ കൈയോടെ പിടിക്കപ്പെട്ടു. കമാൻഡിംഗ് ഓഫീസർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഭരണകക്ഷിയുടെ നേതാക്കളിൽ ഒരാൾ, പ്രസിഡന്റിന്റെ വ്യക്തിപരമായ സുഹൃത്ത്, കോടീശ്വരൻ, സോഷ്യലിസ്റ്റ് എന്നിവരിൽ ഒരാൾക്ക് ചാരനാകാൻ കഴിയുമോ? എന്നാൽ തെളിവുകൾ നിഷേധിക്കാനാവാത്തതായിരുന്നു. ജാലക ഷട്ടറുകൾക്ക് പിന്നിൽ ടാബെറ്റ് മറയ്ക്കുന്ന ട്രാൻസ്മിറ്റർ, സ്വീകരണമുറിയിലെ വലിയ ഷാൻഡ്ലിയറിൽ മറഞ്ഞിരിക്കുന്ന ചെറിയ റിസർവ് ട്രാൻസ്മിറ്റർ, മൈക്രോഫിലിമുകൾ, ഡൈനാമിറ്റ് നിറച്ച സിഗരറ്റുകൾ, കോഡ് പേജുകൾ. ആ മനുഷ്യൻ ശരിക്കും ഒരു രാജ്യദ്രോഹിയായിരുന്നു. പ്രസിഡന്റ് ഹാഫിസ് തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തന്റെ സെല്ലിൽ വന്നു. ചോദ്യം ചെയ്യലിനിടെ ഞാൻ ടാബെറ്റിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് ഭയാനകമായ ഒരു സംശയം എന്നെ ഞെട്ടിച്ചു. എന്റെ മുമ്പിലുള്ള മനുഷ്യൻ ഒരു അറബിയല്ലെന്ന് എനിക്ക് തോന്നി. വളരെ കരുതലോടെ ഞാൻ അദ്ദേഹത്തോട് മുസ്ലിം മതത്തെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഖുർആനിലെ ആദ്യ അധ്യായമായ സൂറ അൽ-ഫാത്തിഹ പാരായണം ചെയ്യാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ടാബെറ്റിന് ഏതാനും വാക്യങ്ങൾ ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. താൻ വളരെ ചെറുപ്പത്തിലെ സിറിയ വിട്ടുവെന്നും തന്റെ ഓർമ്മകൾ വഞ്ചിക്കപ്പെടുകയാണെന്നും പറഞ്ഞ് അദ്ദേഹം സ്വയം പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ടാബെറ്റുമായി സമ്പർക്കം പുലർത്തിയ 400ഓളം പേരെ ചോദ്യം ചെയ്തു. അന്വേഷണത്തിൽ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ വെളിപ്പെട്ടു. സിറിയയിലെ രാഷ്ട്രീയ, സൈനിക, ബിസിനസ് നേതാക്കളിൽ പലരും കോഹന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അന്വേഷകർക്ക് അകോഹനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ചുമതല മേയർ അമിത് വ്യക്തിപരമായി ഏറ്റെടുത്തു. വരെ തൊടാൻ കഴിഞ്ഞില്ല. ഇസ്രായേലിൽ സൈനിക സെൻസർഷിപ്പ് കോഹന്റെ അറസ്റ്റിനെക്കുറിച്ച് പരാമർശിക്കുന്നതിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി. കോഹനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ചുമതല മേയർ അമിത് വ്യക്തിപരമായി ഏറ്റെടുത്തു. ടാബെറ്റുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരെല്ലാം ഒരു പരസ്യ വിചാരണ തങ്ങളെയും തൂക്കുമരത്തിലേക്ക് അയക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ആ വിഭാഗത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: എന്തു വില കൊടുത്തും ഒരു പൊതുവിചാരണ തടയുക, കോഹനെ എത്രയും വേഗം ഇല്ലാതാക്കുക. ഒടുവിൽ വിചാരണ നടന്നത് ഒരു പ്രത്യേക സൈനിക കോടതിക്ക് മുന്നിൽ. അടച്ചിട്ട വാതിൽ. ഏറ്റവും മോശമായത് പ്രിസൈഡിംഗ് ജഡ്ജി ബ്രിഗേഡിയർ ജനറൽ സലാഹ് ഡാലി ആയിരുന്നു. മുമ്പ് ടാബെറ്റിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. ടാബെറ്റിന്റെ അടുത്ത സുഹൃത്തായ കേണൽ സലിം ഹദും ജഡ്ജിമാരിൽ ഒരാളായിരുന്നു. കോഹനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ നിരാകരിക്കുന്നതിനായി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് സലിം ഹത്തമിനെ അറിയാമോ? കുറ്റാരോപിതൻ വിശദമായ തിരക്കഥ പിന്തുടരുന്ന ഒരു നടനെപ്പോലെ ശൂന്യമായ കോടതിമുറിയിലേക്ക് തിരിഞ്ഞ് ഹട്ടമിന്റെ കണ്ണുകളിലേക്ക് നോക്കി കോഹൻ തന്റെ ഇസ്രായേലി ഹാൻഡ് ലർമാരോട് പറഞ്ഞ രഹസ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ചാരവൃത്തി ആരോപിച്ചെങ്കിലും വിചാരണയിലുടനീളം അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രക്ഷേപണങ്ങളുടെ ഉള്ളടക്കത്തെക്കുറിച്ചും ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഒരേയൊരു കാര്യം: കോഹന്റെ ഇടതു കവിളിലെ പേശികളുടെ നാഡീവിരയിലും തലയുടെ ആവർത്തിച്ചുള്ള മൂർച്ചയുള്ള ചെരിവും ക്യാമറകൾക്ക് മറയ്ക്കാൻ കഴിഞ്ഞില്ല. ശരീരത്തിലും തലയിലും ഘടിപ്പിച്ച ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചുള്ള പീഡനത്തിന്റെ ഫലമായിരുന്നു ഇത്. 31 സൈനിക കോടതി വിധി പ്രസ്താവിച്ചു. എലി കോഹൻ, മജീദ് ഷെയ്ഖ് അല്ലാർഡ്, ലഫ്റ്റനന്റ് സഹർ അൽദീൻ എന്നിവർക്ക് വധശിക്ഷ വിധിച്ചു. മെയ് 18 അർദ്ധരാത്രിയിൽ എലി കോഹനെ ജയിലുകാർ ഉണർത്തി. അവർ അവനെ ഒരു നീണ്ട വെളുത്ത ഗൗൺ ധരിച്ച് ഡമാസ്കസ് ചന്തയിലേക്ക് കൊണ്ടുപോയി. തന്റെ കുടുംബത്തിന് ഒരു കത്തെഴുതാനും ദമാസ്കസ് റബ്ബി നിസിം അൻഡബോയുമായി കുറച്ച് വാക്കുകൾ കൈമാറാനും അവർ അദ്ദേഹത്തെ അനുവദിച്ചു. സിറിയൻ പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരു വലിയ പോസ്റ്റർ ഘടിപ്പിച്ചു. അതിൽ അദ്ദേഹത്തിന്റെ വാചകം വലിയ അറബി അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു: ടെലിവിഷനും പത്രക്യാമറകളും സായുധ സൈനികരുടെ 2 നിരകൾക്കിടയിൽ തൂക്കുമരത്തിലേക്ക് പടികൾ കയറിയ. മെയ് 18 അർദ്ധരാത്രിയിൽ എലി കോഹനെ ജയിലുകാർ ഉണർത്തി. അവർ അവനെ ഒരു നീണ്ട വെളുത്ത ഗൗൺ ധരിച്ച് ഡമാസ്കസ് ചന്തയിലേക്ക് കൊണ്ടുപോയി. തന്റെ കുടുംബത്തിന് ഒരു കത്തെഴുതാനും ദമാസ്കസ് റബ്ബി നിസിം അൻഡബോയുമായി കുറച്ച് വാക്കുകൾ കൈമാറാനും അവർ അദ്ദേഹത്തെ അനുവദിച്ചു. സിറിയൻ പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരു വലിയ പോസ്റ്റർ ഘടിപ്പിച്ചു. അതിൽ അദ്ദേഹത്തിന്റെ വാചകം വലിയ അറബി അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു: ടെലിവിഷനും പത്രക്യാമറകളും സായുധ സൈനികരുടെ 2 നിരകൾക്കിടയിൽ തൂക്കുമരത്തിലേക്ക് പടികൾ കയറിയ. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എലി കോഹൻ ഒരു ദേശീയ നായകനായി മാറി. മാർച്ച് 31 സൈനിക കോടതി വിധി പ്രസ്താവിച്ചു. എലി കോഹൻ, മജീദ് ഷെയ്ഖ് അല്ലാർഡ്, ലഫ്റ്റനന്റ് സഹർ അൽദീൻ എന്നിവർക്ക് വധശിക്ഷ വിധിച്ചു. മെയ് 18 അർദ്ധരാത്രിയിൽ എലി കോഹനെ ജയിലുകാർ ഉണർത്തി. അവർ അവനെ ഒരു നീണ്ട വെളുത്ത ഗൗൺ ധരിച്ച് ഡമാസ്കസ് ചന്തയിലേക്ക് കൊണ്ടുപോയി. തന്റെ കുടുംബത്തിന് ഒരു കത്തെഴുതാനും ദമാസ്കസ് റബ്ബി നിസിം അൻഡബോയുമായി കുറച്ച് വാക്കുകൾ കൈമാറാനും അവർ അദ്ദേഹത്തെ അനുവദിച്ചു. സിറിയൻ പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരു വലിയ പോസ്റ്റർ ഘടിപ്പിച്ചു. അതിൽ അദ്ദേഹത്തിന്റെ വാചകം വലിയ അറബി അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു: ടെലിവിഷനും പത്രക്യാമറകളും സായുധ സൈനികരുടെ 2 നിരകൾക്കിടയിൽ തൂക്കുമരത്തിലേക്ക് പടികൾ കയറിയ. മെയ് 18 അർദ്ധരാത്രിയിൽ എലി കോഹനെ ജയിലുകാർ ഉണർത്തി. അവർ അവനെ ഒരു നീണ്ട വെളുത്ത ഗൗൺ ധരിച്ച് ഡമാസ്കസ് ചന്തയിലേക്ക് കൊണ്ടുപോയി.
തന്റെ കുടുംബത്തിന് ഒരു കത്തെഴുതാനും ദമാസ്കസ് റബ്ബി നിസിം അൻഡബോയുമായി കുറച്ച് വാക്കുകൾ കൈമാറാനും അവർ അദ്ദേഹത്തെ അനുവദിച്ചു. സിറിയൻ പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരു വലിയ പോസ്റ്റർ ഘടിപ്പിച്ചു. അതിൽ അദ്ദേഹത്തിന്റെ വാചകം വലിയ അറബി അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു. ടെലിവിഷനും പത്രക്യാമറകളും സായുധ സൈനികരുടെ 2 നിരകൾക്കിടയിൽ തൂക്കുമരത്തിലേക്ക് പടികൾ കയറിയ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എലി കോഹൻ ഒരു ദേശീയ നായകനായി മാറി.